പിന്നെ വന്നതുണ്ടാ ഇതിലൊക്കെ എങ്ങനെ കേറും ബ്രോ? അച്ചു വീട്ടിൽ കയറാൻ പിന്നെ വന്നതുണ്ട്. ഈ തീട്ടത്തിലെ കാലം കയറി തീട്ടവണ്ടിയില്. തീട്ടവണ്ടിയിലെ കാലില് കയറും. നിന്റെ എങ്ങനെ പേരാണ് ഞങ്ങളിത് തീട്ടവണ്ടിയായിട്ടാ എന്തോ മനസ്സിലായി. വലിയ ഉദ്ദേശം മുപ്പര് പക്ഷെ ഒന്നും നടന്നില്ല. വലിച്ചോടെ ഇരിക്കട്ടെ, വലിച്ചോടെ ഇരിക്കട്ടെ, നടക്ക. നിന്നെ ഒന്നും അതിനെ കൊള്ളത്തില്ല. അതിനൊന്നും കൊള്ളത്തില്ല. നിന്നെ ഒന്നും കൊള്ളത്തില്ല. താളം വിടുന്നേ മനസ്സിലായോ? നിന്നെ ഒന്നും അതിനെ കൊള്ളത്തില്ല. ഇത് ആരാണ് ഈ നീലമുടി? ആരാ? ഏതാ ഗ്യാങ്? കണ്ടല്ലോ ഇന്നേറെ കണ്ടല്ലോ, ഇവിടെ കാണാത്ത ഒരുത്തനാണല്ല. അയ്യോ നീ 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 ഇന്നലെ മുളച്ചു വന്നേ ഉള്ളു കേട്ടോ പോരെ. നീയൊക്കെ നിക്കാൻ സംസാരിക്കാം. ആദ്യമേ മറ്റേ പീഡിയില്ലേ, പീഡി എന്നല്ലേ പറഞ്ഞിട്ട് തോന്നുന്നുണ്ട്. അടികൊണ്ട് ടീംസ് അല്ലേന്ന്. ആദ്യമേ പീഡിയിലേക്ക് അടിക്കാൻ പടിയാട്ടോ, അല്ലെങ്കിൽ റോബറി അടിച്ചെങ്കിൽ അങ്ങനെ തീർക്കണേ. അടിക്കലുണ്ട്. തൊലിക്കും നീയൊക്കെ തൊലിക്കും. വാവുണ്ട് മനസ്സിലായ? എന്റെ അണ്ണൻ വന്നോട്ടല്ലോ. സുൽത്താനിയത് ഡയലടിക്കല്ലേ? അതല്ല അതല്ല, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാ കൂടത്തില്ല. ഒരു 10 പേരെ വിളി. കാരണം ഇച്ചിരി പഴയ ആൾക്കാരെ ഞാനൊക്കെ. ഉസ്മാൻ നീ വണ്ടി കയറാ, നമുക്ക് പോവാം. നീ വാ, ഉസ്മാന്റെ കൂടെ ഞങ്ങളും വരാം. ഞാനുണ്ട് ബ്രോ, ഞാനുണ്ട് ബ്രോ. മനെ കേറിക്കോട്ടാടാ നിന്റെ സുൽത്താനി. ബ്രോ വണ്ടി എടുക്ക് ബ്രോ. ഇതെന്താണ് ഇവിടുത്തെ ടാക്സി ആണോ ബ്രോ? ഇത് ബ്രോ ഒന്ന് വണ്ടി എടുത്താ. വണ്ടി എടുത്തത് നിങ്ങളുടെ വണ്ടിയല്ലേ? നമ്മുടെ വണ്ടിയാണ് ബ്രോ. വണ്ടി. നീ എന്താ മറ്റേ ഇന്ന് എത്ര നാളിന് മുന്നേ എന്താ നിനക്ക് ഇപ്പൊ വണ്ടി എടുത്ത് കൊച്ചേർക്ക ആദ്യമേ നീ മുട്ടോളം വളരി, എന്നിട്ട് കൊണക്കാനും തൊലിക്കാനും കേട്ടോ നിന്നെ തോലിക്കാൻ വേണം. ബ്രോ നോക്കി സംസാരിക്കും. അയ്യോ നോക്കാറോ? നിന്നെ നോക്കി സംസാരിക്കാൻ നീ ആറാ? അംബേദ്കറോ? അംബേദ്കർ അടുത്ത് നിങ്ങൾ നോക്കി സംസാരിക്കുള്ളൂ. വണ്ടി എടുത്ത് ബ്രോ വണ്ടി എടുത്ത് മുള്ളൂല്ലോ നീ. വണ്ടി എടുത്ത് നമ്മളും വിളിക്കോളാം. നമ്മളും വിളിക്കോളാം. വണ്ടി എടുത്ത് നിങ്ങളുടെ വണ്ടിയില്ലേ എന്തിനാ ബ്രോ? കേക്കോ? കേക്കാം. മനസ്സിലായോ ബ്രോ? മനസ്സിലായി. എന്താ ബ്രോ ഈ രാത്രി പക്ഷേ വെളുപ്പിനെ കോഴി കുന്ന സമയത്ത് വള്ളി പിടിക്കുന്നത്? ഒഴിവാക്കാനാ ഞാൻ ഒഴിവാക്കിയതാ. ഞാൻ നന്നായിട്ട് സ്കിപ്പ് അടിച്ച. ഞാൻ വെറുതെ വണ്ടി തിരിച്ചു വിട്ടാറുന്നു. പക്ഷെ ഇങ്ങടെ വന്ന്. ഹലോ ബ്രോ കേക്കുന്നാ? ഹലോ ബ്രോ കേക്കുന്നാ? ബ്രോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാ, ഒന്ന് ഇറങ്ങിക്കറട്ടെ. ശബ്ദം കേൾക്കുള്ളൂ, നിങ്ങളുടെ ശബ്ദം കേൾക്കുള്ള. അവൻ മിണ്ടാപ്രാണിയാണ്, ഞാൻ മിണ്ടായിരിക്കണോന്ന് പറയണോ? എന്താ ഇത് നീയായിട്ട് സംസാരിച്ചു, നീയും കുണച്ചു അവനും കുണച്ചു എന്ന് പറഞ്ഞു. എന്ത് ഞാൻ കുണച്ചൊന്നുമില്ല. അല്ല ഇതിന്റെ അടുത്ത് ഞാൻ കുണച്ചൊന്നുമില്ല. അവൻ വെറുതെ വന്ന അവിടുന്ന് നമ്മളവിടെ സംസാരിച്ച് നിന്നപ്പോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകും. എന്തൊക്കെയാ കാണിച്ചു കൂട്ടി? ഹലോ ബ്രോ, ഡാൻസ് കളിക്കാൻ അപ്പൊ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു എന്താ ബ്രോ കളിക്കുക? അപ്പൊ അവിടെ ഉള്ളവര് ബാക്കിയുള്ളവര് കളിച്ചായിരുന്നു. അല്ല വണ്ടി എടുത്തോ എന്തിനാ അതിന്റെ ആവശ്യം? ബ്രോ വണ്ടി ബ്രോ ഞാനാണോ വണ്ടി എടുത്തോണ്ടെന്ന്? നമ്മുടെ കാര്യം പറ. വണ്ടിയുടെ കേസ് വിട്. നീ ഞാനും ചെയ്യാനുള്ള സംഭാഷണം പറയടാ. നീ എന്തിനാ വല്ലതിന് പിടിക്കുന്നേ? എടാ നീ ഇതിന് അല്ലടാ എന്നെ കണ്ടിട്ടില്ലടാ ഉസ്മാനെ? നീ എന്നെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലടാ എന്നെ ഇവിടെ അതാ മോനെ പ്രശ്നം. നീ ഏരിയയിൽ അത് പ്രശ്നമാണോ? ഞാൻ ഈ ഏരിയയിൽ പുതിയതല്ല. ഞാൻ പുതിയതല്ല. മിണ്ടാപ്രാണിയാന്ന് പറഞ്ഞ മിണ്ടായിരിക്കണോ മോനെ? ഞാൻ പറഞ്ഞല്ലോ, കണ്ണി കണ്ടാമാര് സംസാരിക്കുന്ന പോലെ എന്റെ അടുത്ത് സംസാരിക്കരുത്. എടാ എന്റെ അടുത്ത് അല്ല, എന്റെ അടുത്താണ് ഞാൻ വന്ന് സംസാരിച്ചത്. ഇങ്ങോട്ട് ഒന്നല്ല സംസാരിച്ചേ. എടാ നീ അങ്ങോട്ട് പോയി ട്രിഗറാക്കിയപ്പോ അവൻ സംസാരിച്ചു. അതിപ്പോ എന്താ പ്രശ്നം? അതവിടെ കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഞാൻ വല്ല പ്രശ്നമുണ്ടെന്ന് പറഞ്ഞോ? അമ്പത്തൂരെ നിന്റെ അടുത്ത് ഞാൻ മറ്റേ കൊണ രീതിക്ക് സംസാരിക്കാനാണ് വന്നത്. ഞാൻ നിന്റെ അടുത്ത് കാര്യം അറിയുന്ന ഒരാളെന്ന് ചോദിക്കല്ലേ? മാക്ക് എന്റെ അടുത്ത് വന്ന് പറഞ്ഞ എന്താ, അവ ഒരു മിണ്ടാപ്രാണിയാ, അവ ആരെടുത്ത് തിരിച്ചു പറയില്ലാന്ന് എന്റെ അടുത്ത് പറഞ്ഞ് ഡയലോഗ് അടിച്ചോണ്ടാ പറഞ്ഞേ. തിരിച്ചു പറഞ്ഞില്ല.
അമ്പത്തൂര് ഇല്ല, ഇല്ല, എന്തിനാണ് ഇല്ല, ഇത്? ഇല്ല, നിനക്ക് തോന്നുന്നു ഉസ്മാനെ, അമ്പത്തൂര് വണ്ടി ഇങ്ങനെ എടുത്തോ. ഒരു സംസാരത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് അമ്പത്തൂര്? ബ്രോ എനിക്ക് പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ എന്താ പറഞ്ഞ എനിക്ക് ഇഷ്യൂ ഉണ്ടെന്നല്ലേ? എനിക്ക് എന്ത് ഇഷ്യൂ? ഞാൻ കാര്യമല്ലേ പറയുന്നേ? അവിടെ നീ അല്ലടാ ഡയലോഗ് അടിച്ചത്. നീ ഏതാ? നിന്നെ ഇതിനെ എടാ, കണ്ടിട്ടില്ലല്ലോ ഡയലോഗ് ഞാൻ കണ്ടല്ലാന്ന് ഞാൻ പറഞ്ഞു. എടാ വണ്ടി ഇന്നലെ വണ്ടിയുടെ കേസ് വിടാ. വണ്ടി മറ്റന്നാളെ മുളച്ചത് വിടാമ്പത്തൂര്. അതെന്താടാ ഇവിടെ ആർക്കും വരാൻ പറ്റില്ല, സംസാരിക്കില്ല. അതെന്ത് മോശമാണ്? അല്ല ഇനിയിപ്പൊ ഞാനിനി ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്ത എനിക്ക് വരാം, എനിക്ക് കേൾക്കാം. ഞാൻ അത് നീ ആ പറഞ്ഞതിനോട് ഒട്ടും ഞാൻ യോജിക്കുന്നില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് വന്നത് ഇപ്പൊ ഇവിടെ ഞാൻ മുളച്ചത് ഈ നോക്കണെന്തിനാ? അതന്നെ പറയണ നമ്മള് നീ അവിടെ വെച്ച് സംസാരിച്ച എന്താ നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കി മനസ്സിലായി? ഊക്കി നിനക്ക് ആരാ വണ്ടി എടുത്തു? അല്ലല്ല ഞാൻ പറയട്ടെ, ആരാ വണ്ടി എടുത്തു? ഞാൻ വണ്ടിയുടെ കേസ് നിന്റെ മാക്കിന്റെ അടുത്ത് പറഞ്ഞു. അത് ഞാൻ എന്തോ ചെയ്യാനാ? വണ്ടി ലോക്ക് അമ്പത്തൂര് ആരാ വണ്ടി എടുത്തോണ്ട്? ആരാ വണ്ടി എടുത്തോണ്ട്? അത് എന്താ നിനക്കറിയത്തില്ലേ? നീ പോയി തിരക്ക്. ഓനെ എനിക്കറിയില്ല. ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ആ ഗ്യാങ് വണ്ടി. ഞാൻ നീയോട് സംസാരിച്ചിരുന്നവരല്ലേ വണ്ടിയായിട്ട് വന്നേ? ഓനെ എനിക്കറിയില്ലേ? മുതുക്ക് വീഴ്ച താഴെ ഓനെ എനിക്കറിയില്ലേ? എനിക്കറിയത്തില്ലടാ. നിന്റെ ഞാനിച്ച് നിന്റെ ഗ്യാങ്ങിലെ മെമ്പറാണ്. ഏത് വണ്ടി എടുത്തോണ്ട്? എന്തോ വിഷയമുണ്ട്. ഐശോടാ കണ്ട മേക്കെ നമുക്ക് നമ്മളുള്ള കാര്യം പറയാൻ ഈ പയ്യനെ നമുക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ള പറയുന്നത്. അല്ലടാ സ്വന്തം കൂട്ടിക്കോ. അതന്നെ പറഞ്ഞ അതെനിക്ക് മനസ്സിലായിരുന്നു. എന്നെ കണ്ടപ്പോലും മനസ്സിലായിരുന്നു. ചോദിച്ചില്ലേ ഇതിനു മുന്നേ കണ്ടല്ലേന്ന് ചോദിച്ചില്ലേ? അതന്നെ കൊഞ്ചി കൊഴയിലടാ കള്ള ബാക്ക് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കാര്യം പറയാം. എന്തേലും പറയുമ്പോ തിരിച്ചു പറയാ. വായും പൂട്ടി സിറ്റി ഇറങ്ങി പോയിട്ട് ഇപ്പൊ വന്നിട്ട് മറ്റേ ഇഷ്യൂ എനിക്ക് ബഗ്ഗായിട്ടാണ് ഇറങ്ങിപ്പോയേ. എടാ അതാണ് പറഞ്ഞു മോനെ. അല്ലാണ്ട് വെല്ലോന്റെ വണ്ടി എടുത്തുകൊണ്ടാവേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇനി മറക്കല്ലേ കേട്ടോ മോനെ, മറക്കല്ലേ. എല്ലാവർക്കും അറിയാലോ. ഇവിടെ ആർക്കറിയാം. അത് കഴിഞ്ഞില്ല. ഇവിടെ അവനല്ലേ പറഞ്ഞേ സംസാരമല്ലല്ലോ. എനക്കെന്റെ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റേ തെന്നി മാറാതെ കേട്ടോ. ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കയറി പോടാ വണ്ടി എടുത്ത്. തിരിച്ച് പറയാൻ അറിയാത്തവനെ വന്നിട്ട് പാവം പോലും ഉണ്ടാ പ്രാണി ആണെങ്കിൽ വല്ല മറ്റേ ഗ്യാങ്സിന്റെ അകത്ത് കയറി ഇരുന്നോണം. തിരിച്ച് പൊത്ത അറിയില്ലെങ്കിൽ മനസ്സിലായ സംസാരിച്ച് നീ സംസാരിച്ചു മനസ്സിലായില്ല. അവൻ ഉണ്ടായിരുന്നു. ഞാൻ നിന്റെ അടുത്ത് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ അവൻ എന്തോ പറഞ്ഞേ നിന്റെ അടുത്ത് കാര്യം. അവൻ എന്റെ രണ്ടിടത്തും കൂടെ പറയുന്നത് സേഫ് സോൺ ആണ്. സിറ്റുവേഷൻ സംസാരിക്കുമല്ലേ? ഒരു മിനിറ്റ് ഒന്ന് സൈലന്റ് ആവോ? ഇവിടെ ട്രിഗറിംഗ് ആയിട്ട് ടോക്ക് പോകുന്ന രീതി കണ്ടപ്പോഴാണ് ഞാൻ വന്ന് പറഞ്ഞത്. ഓക്കെ, അത് അവർക്കാ ബ്രോ. അവർക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറയുന്നത്. നമുക്ക് എന്ത് ഇഷ്യൂ? അവർക്ക് ഇഷ്യൂ ഉണ്ടാടാ. എന്തൊരു ഇഷ്യൂ കളിയാ? അവർക്ക് ഒരു ഇഷ്യൂ ഇല്ല വെച്ചാലേ. ആ വണ്ടി വെറുതെ കളഞ്ഞിട്ടില്ല. ഞാൻ പോയി നിങ്ങൾ ഈ വണ്ടിയൊക്കെ ലോക്ക് ചെയ്തിട്ട് നിന്നെ ഇത്ര നേരം അറിയത്തില്ലായിരുന്നു അമ്പത്തൂരിന്. ഇപ്പോഴാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അവൻ അമ്പത്തൂര് പറഞ്ഞത് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് പറയുന്നേ? സത്യം പറയണോ? നിന്റെ ഇത് പറയണോ? ഞാൻ വണ്ടി എടുത്തിട്ട് ഇവര് ഊക്കാൻ കയറി. അമ്പത്തൂര് ഞാൻ വാണോന്നൊക്കെ ഞാൻ വിളിച്ചു. മനസ്സിലായ? അവര് ഊക്കിക്കൊണ്ടിരിക്കുക ശബ്ദം മാറ്റിട്ട്. മനസ്സിലായ? മനസ്സിലായില്ല. വണ്ടി മാറ്റിയിട്ട് കളഞ്ഞിട്ട വണ്ടി ഞാൻ എടുത്തോണ്ട് വന്നു. റിപ്പയറിലിരുന്ന വണ്ടി ഓർത്തുന്നുണ്ട്. റിപ്പയറിലിരുന്ന വണ്ടിയാണ് ഇത് എടുത്തോണ്ട് വന്നത്. വണ്ടി ഇല്ലായിരുന്നു. ഞാൻ മോട്ടിച്ചോണ്ട് വന്നിട്ട് ഇടത്തില്ല. മനസ്സിലായ? നീ വണ്ടിയുടെ പുറത്തുനിന്നല്ലേ പറഞ്ഞ? നീ അത് പുറത്ത് ഡീൽ ഇവിടെ അൺസെക്യൂരിറ്റി വണ്ടി അൺലോക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എന്റെ ബാക്കിലായിരുന്നു വണ്ടി കിടന്ന.
അല്ല എടാ, ബ്രോ അതാ പറഞ്ഞ ഞാൻ വണ്ടി പറയട്ടെ ലോക്ക് നിന്റെ ചെയ്യണം, ബാക്കിൽ നിന്റെ ഉത്തരവാദിത്തം. നിന്റെ ബാക്കിൽ ഇത് നമ്മുടെ വണ്ടി എമർജൻസി ഞാൻ വണ്ടി റിപ്പയറിംഗ് ആണെന്ന് കിടക്കണം പറഞ്ഞാൽ മനസ്സിലായോ? വണ്ടി പുറത്തെ ഇഷ്യൂ ആണല്ലോ ഇത്, പുറത്തെ ഇഷ്യൂ അല്ല. അത് ഞാൻ അഡ്മിൻസോട് സംസാരിച്ചോളാം, അത് വിഷയമല്ല. ഉസ്മാനെ വാ, അതെ വാ, എന്നാ ഉസ്മാൻ വണ്ടി എടുത്ത് പോ. വാ, വാ, ഉസ്മാനെ വാ. മാക്കേ വണ്ടി റിപ്പയർ അതെ ഞാൻ അങ്ങനെയാ കണ്ടിട്ടുള്ളൂ. ഇതില് പിന്നെ TV ഫാൻസോ വന്നൂന്ന് കരുതി എനിക്ക് വിഷയമൊന്നുമല്ല. ഞാൻ എന്താ ഞാൻ TV അങ്ങനെ TV ഗ്യാങ്ങിനെയല്ല പറയണേ. അതിലൊരു തീട്ടമുണ്ട്, ഒരു കണ്ടി. ആ കണ്ടീനെയാ ഞാൻ പറയണേ. അത് ഞാൻ തുറന്നു പറയും, ഓനൊരു കണ്ടിയാന്ന്. കണ്ടീനെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ആരും വന്ന് കുരയ്ക്കോ അതൊന്നും ചെയ്യണ്ട. ഓനൊരു കണ്ടി, അത്ര ഞാൻ പറയണുള്ളൂ. വാറൊക്കെ തോറ്റാണ്, ശരിയാണ്. വാറ് നമ്മള് തോറ്റി. പിന്നെ പണിക്കാവില്ലേ, പക്ഷെ ഇത് ഒരു അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണ്, നിങ്ങൾ മനസ്സിലാക്ക്. പിന്നെ അമ്പത്തൂര് വലിയ ഇതൊന്നും വാറില് ഉണ്ടാക്കിയിട്ടൊന്നല്ലോ ഈ കൊണ കൊണക്കണേ. അന്ന് നമ്മുടെ കയ്യില് സാധനം ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാലോ. അമ്പത്തൂരിന്റെ ഈ കൊണ കാണിക്കാൻ എന്തിനാ, ഇത്ര കൊണക്കാൻ എന്തിനാ? വെയിറ്റ്, ഇത് കാണണ്ടോ? ഈ ക്ലിപ്പ് കാണണ്ടോ? ഇതേനാ ഇതില് ഞാൻ അമ്പത്തൂരിന് എടുക്കണ്ട്. അല്ലാണ്ട് എനിക്കല്ലാണ്ട് ഓൻ വെറുതെ ഈ സിറ്റുവേഷനൊക്കെ വെറുതെ അൺവാണ്ടഡ് ആയിട്ട് എനിക്ക് തോന്നിയേ. എന്ത് പറയാനുള്ള പറയാ, അത്രേ ഉള്ളൂ. ഇന്നലെ വന്നതല്ലോ പറഞ്ഞ, ഞാൻ RP കയറിയതാ, ശരിയാ, ഞാൻ RP ബേസ് വന്നതാ. പിന്നെ അതിന്റെ ഒക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, വിഷമം ഉണ്ടാവും.